ടിപ്പറടിച്ച് യുവാവ് മരിച്ചു രാവിലെ. അതേ ചാനൽ ഉച്ചയ്ക്ക് കാണുമ്പോൾ നമുക്ക് കാണാം ടിപ്പടിച്ച് യുവതി മരിച്ചു, വീട്ടമ്മ മരിച്ചു. ഇത് പത്രങ്ങളിലും വാർത്തയാണ്. ഒരു ദിവസം 3-4 മരണം ടിപ്പർ കയറി ഇറങ്ങി. പനവള ജംഗ്ഷനിൽ അധ്യാപകൻ്റെ പുറത്തുകൂടി ടിപ്പർ കയറി ഇറങ്ങി, സ്കൂട്ടറിൻ്റെയും അധ്യാപകൻ്റെ പുറത്തുകൂടി കയറി ഇറങ്ങി. ഇപ്പോൾ അത്തരം വാർത്തകൾ കഴിഞ്ഞ് 2 ആഴ്ചയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഒന്ന് മുതൽ എന്താണെന്നറിയാമോ, ഈ ടിപ്പർ ലോറികളുടെ വെയിറ്റ് പരിശോധിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓവർലോഡ് കൊണ്ടുപോകാൻ പാടില്ല. ഓവർലോഡ് കൊണ്ടുപോകുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ അപകടം ഒഴിവാവില്ല, ഇടപോകണമെന്നും ഉണ്ടാവില്ല. പക്ഷേ റോഡ് പൊളിഞ്ഞു പോകും. ഓവർലോഡ് പോകുമ്പോൾ നമ്മുടെ റോഡുകൾ പെട്ടെന്ന് ഡാമേജ് ആകും. പക്ഷെ ഒരു കാര്യം എല്ലാവരും മറന്നു, ഈ വണ്ടികളുടെ എല്ലാം സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുകയാണ്. 70 കിലോമീറ്ററിൽ നിജപ്പെടുത്തിക്കൊണ്ടുള്ള ലോറികളുടെ സ്പീഡ് ഈ മെഷീൻ ഊരിയിട്ടിട്ട് ഇതിനെ പഴയ മോഡലിൽ വയർ ഊരിയിടും. പുതിയ മോഡലിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എഞ്ചിനിൽ നിന്നും ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും. 70 എന്നുള്ള ബ്ലോക്ക് ചെയ്തേക്കുന്നത് 100ലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങളൊരു ഡ്രൈവ് നടത്തി കേരളത്തിൽ. ഏതാണ്ട് 800-ലധികം വണ്ടികൾ നമ്മൾ പരിശോധിച്ചതിൽ 99% വണ്ടിയിലും ഇത് ഊരിയിട്ടിരിക്കുകയാണ്. ഒരു ദിവസം ഈ മരണങ്ങൾ ടി വിയിൽ ഇങ്ങനെ 3ാമത്തെ മരണം വൈകിട്ട് കണ്ടപ്പോൾ എനിക്കൊരു വല്ലാതെ വിഷമം തോന്നി. അപ്പോൾ എന്താ സംഭവം? അപ്പം ഞാനൊരു സ്കൂൾ ബസ് ഒരു ദിവസം ഓടിച്ചു നോക്കി. ആ സ്കൂൾ ബസ് 60 കിലോമീറ്ററിലാണ് ബ്ലോക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വണ്ടി സ്കൂൾ ബസ്സിനെ ഇങ്ങനെ ടപ്പട്ടപ്പാതെ ആളുകൾ ഓവർടേക്ക് ചെയ്ത് പോകണം, അടിച്ച് കത്തിച്ച് പോവുകയാണ്. അപ്പോൾ എനിക്കൊന്ന് 70-ൽ നിന്ന് 10 കിലോമീറ്റർ 60-ൽ നിന്ന് 70-ൻ്റെ ദൂരത്തിലൊന്നല്ല അവർ പോകുന്നത്. ഒന്ന് പരിശോധിക്കാമെന്ന് വെച്ചു. കൊട്ടാരക്കര ഭാഗത്തെ കൊല്ലത്തെ എൻഫോഴ്സ്മെൻറ്റ് RTO 9 വണ്ടി പരിശോധിച്ചു. 9 വണ്ടിയിലും സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുകയായിരുന്നു. കേരള സർക്കാരിന് വേണ്ട 89 ലക്ഷം രൂപയാണ് 3 ദിവസം നീണ്ടുനിന്ന ഡ്രൈവിലൂടെ കിട്ടിയത്. അപ്പം നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെങ്കിലും വിലയുണ്ട്. അവർ പറഞ്ഞു, സാറേ വണ്ടി പിടിച്ചാൽ എവിടെ ഇടും? സ്ഥലമില്ല ഇടാൻ, മൈതാനം വേണം വണ്ടി പിടിച്ചാൽ ഇടാൻ. ഞാൻ മൈതാനത്തിൽ നിന്ന് പോകണ്ട, പിടിക്കുന്ന സ്ഥലത്ത് നിന്ന് ടാറിട്ട റോഡിൽ നിന്ന് മനുഷ്യന് അപകടം ഉണ്ടാക്കാതെ 10 മീറ്റർ മാറി ഒരു സ്ഥലത്തിട്ട് പൂട്ടിയിട്ട് പോയെന്നാണ്. അപ്പം റെഡിയായി. ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറങ്ങിയ ഉത്തരവിൽ പറയുന്നത്, വണ്ടി പിടിച്ചാൽ ടാറിട്ട റോഡിൽ നിന്ന് 10 മീറ്റർ മാറ്റി നിങ്ങൾ അവിടെ പൂട്ടിയിട്ടിട്ട് പോയിക്കൊണ്ട് വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ഇത് തിരിച്ച് പിടിപ്പിച്ച് അത് 70 കിലോമീറ്റർ ബ്ലോക്ക് ചെയ്ത് ഓടിച്ച് കണ്ടതിന് ശേഷമേ വണ്ടി റിലീസ് ചെയ്യാൻ പറ്റും. ഫൈനും അടിക്കും. അത് നിർബന്ധമാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ടിപ്പർ കയറി ഇറങ്ങി എന്ന് വാർത്തകൾ കണ്ടുവരാത്തത്. കേരള വ്യാപകമായി ടിപ്പർ അപകടം, അതായത് ടിപ്പർ എന്ന് പറയുന്ന സാധനം വളരെ ഷോർട്ട് ചേസ് ആയിട്ടുള്ള സാധനമാണ്. അതിൽ വല്ലാതെ ലോഡ് കയറ്റും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ലോഡ് അധികം കയറ്റുമെന്ന് പറഞ്ഞത് വല്ലാതെ ലോഡ് കയറ്റും. അത് മാത്രമല്ല, ഉള്ളതിനേക്കാൾ കൂടുതൽ ഇവർ എക്സ്റ്റെൻഡ് ചെയ്യും മുകളിലേക്ക്. അതിൻ്റെ കമ്പനി ചെയ്ത് വരുന്നതിൽ ഓൾട്ടറേഷൻ ചെയ്ത് പിന്നെയും പാറ കയറ്റുകയാണ്. ഈ പാറയാണ് നെയ്യാറ്റിൻകരയിൽ ഒരു സഹോദരൻ്റെ പുറകിൽ പോയ ബൈക്കിൽ പോയാളുടെ വയറ്റിലേക്ക് വന്ന് വീഴുകയും ആ സ്പോട്ടിൽ മരിക്കുകയും ചെയ്തു. ആ കുടുംബം അനാഥമായില്ലേ? അവരുടെ സ്വപ്നങ്ങളല്ലേ പൊലിഞ്ഞു പോയത്? നമ്മൾ ഓരോരുത്തരുടെയും സ്വപ്നം പൊലിയാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെയും സ്വപ്നം പൊലിഞ്ഞാണെങ്കിൽ പിന്നെ ആരും കാണില്ല. വണ്ടി ഇടിച്ച് മരിക്കാത്ത ഒരാളും ഒരു വീട്ടിലും ഇല്ല എന്ന് ഒരു നില വരരുത്. പണ്ട് ശ്രീബുദ്ധനോട് ഒരു സ്ത്രീ ചോദിച്ചതാണ് പറഞ്ഞത്, എൻ്റെ മകൻ മരിച്ചുപോയി, കുഞ്ഞിന് ജീവൻ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു, മരിച്ചാൽ ജീവൻ തരാൻ പറ്റൂല, ആര് വിചാരിച്ചാലും. അല്ല, അങ്ങ് വലിയ സന്യാസിയാണ്, അങ്ങ് മഹാഗുരുവാണ്, ദൈവമാണ്, അങ്ങ് അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീയുടെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന്, മരണം നടന്നിട്ടില്ലാത്തൊരു വീട്ടിൽ നിന്ന് ഒരു ചിരട്ടയിൽ കുറച്ച് അരി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഒരു പൂജയുണ്ട്, അത് ചെയ്താൽ ഈ കുഞ്ഞ് ജീവിക്കുന്നത്. അങ്ങനെ ഈ സ്ത്രീ എല്ലാ വീട്ടിലും പോയി. എല്ലായിടത്തും ചോദിക്കുന്നത് അരി കൊടുക്കാൻ എല്ലാവരും തയ്യാറാണ്. പക്ഷെ ഇവിടെ മരണം നടന്നിട്ടുണ്ടോ? ആ കഴിഞ്ഞ വർഷം അപ്പൂപ്പൻ മരിച്ചായിരുന്നു. അടുത്ത് ചെന്നപ്പം അമ്മാവൻ മരിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച. ചുരുക്കം പറഞ്ഞാൽ എല്ലാ വീട്ടിലും കയറിയപ്പോൾ ഈ സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലാക്കി, മരണം നടക്കാത്ത ഒരു സ്ഥലവുമില്ല, അതുകൊണ്ട് തൻ്റെ കുഞ്ഞ് ജീവിക്കില്ല എന്ന് ആ സ്ത്രീക്ക് മനസ്സിലാക്കി. എന്ന് പറയുന്ന പോലെ എല്ലാവരും മരിച്ചതിന് ശേഷം വാഹനാപകടം ഇല്ലാത്ത വീടുണ്ടോ, വാഹനാപകടത്തിൽ മരിക്കാത്ത വീടുണ്ടോ എന്ന് ചോദിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മളതിനെ തടയുക എന്നുള്ളതാണ്. അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ എന്നുള്ളതാണ്, അപകടം ഉണ്ടാതിരിക്കാൻ എങ്ങനെ എന്നുള്ളതാണ്. അത് റോഡ് സേഫ്റ്റിയുടെ ഏറ്റവും പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് ഒരാൾ നന്നായി വണ്ടി ഓടിക്കാൻ ലൈസൻസ് വേണം. അല്ലാതെ ഈ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ ഒരു ഓഫീസറുണ്ട്, അദ്ദേഹം അഡീഷണൽ സെക്രട്ടറിയാണ്. അപ്പം ഞാനൊരു ദിവസം സംസാരിച്ച് പറഞ്ഞു, സാറേ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, ലൈസൻസും ഇല്ലാന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയ്ക്ക് ലൈസൻസ് ഉണ്ട് സാറേ. ആണോ, വണ്ടി ഓടിക്കും? ഇല്ല, വണ്ടി ഓടിക്കാൻ അറിയില്ല. കാറുണ്ട് വീട്ടിൽ, പക്ഷെ അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ഇത് എല്ലാവരും പറയും. നിങ്ങൾ പലർക്കും മിണ്ടായിരിക്കുന്ന പലർക്കും ലൈസൻസ് ഉണ്ട്, പക്ഷേ വണ്ടി ഓടിക്കാൻ അറിയില്ല. ഇതൊരു നല്ല കാര്യമല്ല. ലൈസൻസ് ഉണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങൾ ഈ അടുത്ത സമയത്ത് ലോക കേരള സഭ നടക്കുമ്പോൾ യൂറോപ്പിൽ നിന്ന് വന്ന വ്യക്തികൾ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. മന്ത്രി കൊണ്ടുവന്ന ഈ പരിഷ്കാരം ഒരു കാരണവശാലും ഇതിന് പുറകോട്ട് പോരെന്നാണ് ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ യൂറോപ്യൻ മേഖലയിൽ നിന്ന് വന്ന ആൾക്കാർ. ഒരാൾ പറഞ്ഞു, ഞാൻ ലണ്ടനിൽ പോയിട്ട് 8ാം തവണയാണ് എനിക്ക് ലൈസൻസ്. 7 തവണ പരീക്ഷ എഴുതി തോറ്റതിന് ശേഷം 8ാമതാണ് കിട്ടിയത്. ഗൾഫ് രാജ്യങ്ങൾ 24 തവണ എഴുതിയിട്ടും ലൈസൻസ് കിട്ടാത്ത ആൾക്കാരാണ്. ഇവിടെ ആർക്കും ലൈസൻസ് കിട്ടും.
ഞാൻ ഈയിടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഉടമകളോട് ചോദിച്ചു, ഞാനൊരു 50 പേരെ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ട് ഓടിക്കാൻ അറിഞ്ഞാത്തവരെ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ഇത് അന്യായമാണ്. അങ്ങനെയുള്ളവർ നമുക്ക് വളരെ അപകടം ചെയ്യും. ആർക്കും വണ്ടി എടുത്ത് ഓടിക്കാം എന്ന നിലവരുത്. ഇപ്പോൾ KSRTC ഹെവി ഡ്രൈവിംഗ് സ്കൂളും ഉണ്ട്. ഹെവി ലൈസൻസിനുള്ള ടെസ്റ്റ് നമ്മൾ നടത്തുന്നു. അതുകൊണ്ട് ഗുണം എന്ന് പറയുന്നത് നാളെ KSRTC ഡ്രൈവർമാരെ നിയമിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു KSRTCയിലെ ബസ് ഓടിച്ച് പഠിക്കുന്ന ഒരാൾക്ക് ആ പരീക്ഷ വളരെ എളുപ്പമായിരിക്കും എന്നുകൂടി ആലോചിക്കണം. ഇതൊക്കെ ഒരു നല്ല ദീർഘവീക്ഷണത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു നന്മയ്ക്ക് വേണ്ടി നാട്ടിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചില ആളുകൾ അതിന് വട്ടം നിൽക്കുന്നത് ശരിയുള്ളൊരു കാര്യമല്ല. ഇത് എനിക്കിതുകൊണ്ട് എന്താണ് ആവശ്യം? വ്യക്തിപരമായി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ആൾ ഇതുകൊണ്ട് യാതൊരു ആവശ്യമില്ല. എന്തിനാണ് സമരം ചെയ്യുന്നത്, എന്തിനാണ് വെറുപ്പിക്കുന്നത്? എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് TV യിലൊക്കെ ഇരുന്ന് പറയുമ്പം എന്തിനാ വേണമെങ്കിൽ സൂചിച്ചങ്ങ് ഇരുന്നാൽ പോരെ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. ഞാനൊരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ എനിക്കൊരവസരം കിട്ടുമ്പോൾ അത് നാടിൻ്റെ നന്മയ്ക്ക് ഞാൻ ഉപയോഗിക്കും. എന്ത് ബഹളം ഉണ്ടായാലും അതിന് വെറുതെ ബഹളം വയ്ക്കേണ്ട. ഈ ഡ്രൈവിംഗ് ലൈസൻസിൽ ഒരു മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ മാറ്റം വരും. ഞാൻ മുഖ്യമന്ത്രിയെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഈ കാര്യം അദ്ദേഹം പറഞ്ഞു ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ലൈസൻസേ കൊടുക്കാൻ പാടുള്ളൂ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിക്കാൻ എനിക്ക് ചുമതലയുണ്ട്. ഞാൻ കാര്യം എന്താണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ നിലവാരം കുറഞ്ഞ ലൈസൻസ് കൊടുത്ത് അപകടം ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹം എനിക്ക് നിർദ്ദേശം തന്നാൽ ഞാൻ അനുസരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആശയം ഇത് തന്നെയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി മുഖ്യമന്ത്രി ഞാനും കൂടെ ഞാൻ മുഖ്യമന്ത്രിയുടെ എല്ലാം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ അപകടം കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു ലൈസൻസ് കൊടുക്കുന്നതാണ്. അങ്ങനെ തന്നെ പോകണം, നമ്മൾ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു നല്ല ഡ്രൈവിംഗ് സംസ്കാരം അതാണ് നമുക്ക് വേണ്ടത്. അതുകൂടി ഉണ്ടാവണം.